രാം നാരായൺ റാം. നിങ്ങൾ എല്ലാവരും അറിയുന്ന കാര്യമാണ്, നമ്മുടെ രാജ്യത്ത് അനേകം രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നു. എന്നാൽ ചില പാർട്ടികൾ അസ്തിത്വം വരുത്തേണ്ടതില്ലായിരുന്നുവെങ്കിലും അവ ഇപ്പോഴും രാജ്യത്തെ ഭരിക്കുന്നു. ആ പാർട്ടികളെ പിന്തുണക്കുന്നവർ സ്വാർത്ഥതയ്ക്കു വേണ്ടി മാത്രമാണ്, തങ്ങളുടെ പോക്കറ്റ് നിറയ്ക്കാനാണ് അവരുടെ ലക്ഷ്യം. കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെ ശമ്പളം എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിച്ചു നോക്കൂ. ഈ പാർട്ടികൾക്ക് എന്തിനാണ് ആവശ്യം? അവയെല്ലാം നീക്കം ചെയ്യണം. അതുപോലെ വ്യക്തിഗത ഉടമസ്ഥാവകാശവും നീക്കം ചെയ്യണം. ഭൂമിയിൽ ജാതിയെയും മതത്തിനെയും കുറിച്ച് സംസാരിക്കുന്നവരുണ്ട്. എന്നാൽ ഇവിടുത്തെ ആളുകൾ വിദ്യാഭ്യാസം ലഭിച്ചവരല്ലേ? ജാതിയെക്കുറിച്ച് സംസാരിക്കുന്നത് എന്തിനാണ്? ജാതി സെൻസസ് ചെയ്യണമെന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് എഴുതിയിരിക്കുന്നത്? ആ ഭരണഘടന ആരാണ് തയ്യാറാക്കിയതും? ജാതി വ്യത്യാസം സൃഷ്ടിക്കുന്നവർക്ക് ഭൂമിയിൽ അധികാരമില്ല. കോൺഗ്രസ് പാർട്ടി രാഹുൽ ഗാന്ധിയെ മാത്രം കൊണ്ടുവന്നതല്ല, പ്രിയങ്ക ഗാന്ധിയെയും പാർട്ടിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് വീണ്ടും ആളുകളെ വഞ്ചിക്കാൻ. അവർ ഇന്ദിരാ ഗാന്ധിയെപ്പോലെ ദാരിദ്ര്യനാശം എന്ന മുദ്രാവാക്യം പറയുന്നു. ഇന്ദിരാ ഗാന്ധി ദാരിദ്ര്യത്തെ നീക്കണമെന്ന് പറഞ്ഞെങ്കിലും ദാരിദ്ര്യത്തിൽപ്പെട്ടവരെയാണ് നീക്കിയത്. ഇപ്പോൾ കോൺഗ്രസ് പ്രിയങ്കയെ കൊണ്ടുവന്നത് രാഹുലിലൂടെ കാര്യങ്ങൾ നടക്കാത്തതിനാലാണ്. അവൻ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നില്ല. ഭാരതത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വലിയ ചിലവുകൾ ഉണ്ടാകുന്നു. ഇത് അനാവശ്യമാണ്. തെരഞ്ഞെടുപ്പ് ഒരു തവണ മാത്രമേ നടത്തേണ്ടതുള്ളൂ. ഓരോ തെരഞ്ഞെടുപ്പിനും പ്രത്യേകം ബജറ്റ് വേണമെന്ന് എന്താണ്? ആകാശത്ത് തെരഞ്ഞെടുപ്പ് നടക്കാറുണ്ടോ? വനങ്ങളിലും താരങ്ങളിലുമോ? തെരഞ്ഞെടുപ്പ് എന്നത് ഭൂമിയിലെ 800 കോടി ആളുകൾക്ക് മനസ്സിലാകേണ്ടതാണ്. ഓരോ രാജ്യത്തിനും വ്യക്തിഗത ഉടമസ്ഥാവകാശം ഉള്ളതിനാൽ അതേ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നു. ഓരോ രാജ്യവും തങ്ങൾ വലിയവരാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നു. ഭൂമിയിലെ ഒരു രാജാവും വ്യക്തിഗത ഉടമസ്ഥാവകാശം ഇല്ലായിരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാ മനുഷ്യരും ചേർന്ന് പറയേണ്ടത് ഇതാണ്: ഭൂമിയിൽ മതം ആവശ്യമായതല്ല. മതം എവിടെ നിന്നാണ് വന്നത്? ആകാശത്തിൽ നിന്നോ സമുദ്രത്തിൽ നിന്നോ പ്രകൃതിയിൽ നിന്നോ? ഇല്ല. മതം ഭൂമിയിലെ ചില മതാധിപന്മാർ നിർമ്മിച്ചതാണ്. പ്രകൃതിക്ക് മതം ആവശ്യമില്ലെങ്കിൽ മനുഷ്യർക്കെന്തിന്? മനുഷ്യൻ മതവുമായി ജനിക്കില്ല. മനുഷ്യന്റെ ശരീരം 5 ഘടകങ്ങളാൽ നിർമ്മിതമാണ്: വായു, വെള്ളം, മണ്ണ്, ഊർജം. അതിൻ്റെ അടിസ്ഥാനത്തിൽ വസ്തുതയിലൂടെ നയിക്കപ്പെടുന്ന മതമുണ്ടാകണം. ഒരേ ദൈവം മതമായിരിക്കുമ്പോൾ മറ്റുള്ള മതങ്ങൾക്ക് വേറിട്ട ദൈവങ്ങളെന്തിന്? എല്ലാ മതത്തിൻ്റെയും ദൈവം ഒരേ ആയിരിക്കേണ്ടതല്ലേ? പക്ഷേ അതുമല്ല. ഭൂമിയിൽ വ്യക്തിഗത ഉടമസ്ഥാവകാശം ഇല്ലെങ്കിൽ മോഷ്ടാക്കളുമുണ്ടാകില്ല. മനുഷ്യൻ മനുഷ്യനിർമ്മിത മതത്തിൻ്റെയും ജാതിയുടെയും ബഹിഷ്കാരം നടത്തുന്നതുവരെ ഭൂമിയുടെ ഉത്തമത്വം സാധ്യമല്ല. കോൺഗ്രസ് പാർട്ടി ഭൂമിയിൽ നിന്ന് വ്യക്തിഗത ഉടമസ്ഥാവകാശം നീക്കം ചെയ്യാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ സനാതനദൾ അതിൻ്റെ പിന്തുണയിൽ ഉണ്ട്. മനുഷ്യൻ മരിച്ച ശേഷം എല്ലാം ഭൂമിയിലാണ് ശേഷിക്കുക. ആകാശം മനുഷ്യനെ ഭൂമിയിലേക്ക് ജനനാവകാശത്തോടെ അയച്ചിട്ടുണ്ട്. ഒരാൾ തൻ്റെ ജീവിതത്തിൽ രാം നാരായൺ റാം എന്നു ജപിച്ചാൽ അവൻ്റെ ജീവിതത്തിൽ എല്ലാം ശരിയായി നടക്കും. ഭാവിയിലേക്കും ഒരുപാട് പ്രശ്നങ്ങൾ വന്നേക്കില്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് നല്ലത്? ഏതാണ് മനുഷ്യരെ സഹായിക്കുക? ഏതാണ് വിശ്വസിക്കാവുന്നത്? എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. അതിനായി ധ്യാനത്തിൽ ഏർപ്പെടണം. ധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. രാം നാരായൺ റാം എന്ന ജപം തുടരൂ. ശരിയായ വഴി നിങ്ങളുടെ മുന്നിൽ തന്നെ തുറക്കും.